എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം രശ്മി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നമ്മളിപ്പോ കോട്ടാഡോറിയ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. രാജസ്ഥാന്റെ സ്വന്തം കോട്ടാഡോറിയ. പല്ലൂല് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഹാൻഡ്ലൂമിന്റെ കളക്ഷൻ ആണ്. കൈത്തറിയിൽ വന്നിട്ടുള്ള സാരികളാ, കേരള സാരി. ഇതെല്ലാം തന്നെ സെറ്റ് മുണ്ടിൽ വരുന്നതാ. നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസും ഡ്രസ്സസും ദുപ്പട്ടാസ് ഇങ്ങനെയുള്ളത് മാത്രമല്ല, അതിന് മാച്ച് ചെയ്യുന്ന കുറച്ച് ആക്സസറീസും, അതും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സസറീസും നമുക്ക് ഫാൽഗുണിയിൽ കിട്ടാറുണ്ട്. ലോങ് ചെയിൻ ഉണ്ട്, ചോക്കർ ടൈപ്പ് ഉണ്ട്, നെക്ലസ് ഉണ്ട്, പ്ലെയിൻ. ഇനി അതൊന്നും വേണ്ട, ഒട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മതി എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സിമ്പിൾ ടൈപ്പ് ഉണ്ട്. കുറെ നല്ല ടെറാക്കോട്ടയിൽ വരുന്നത് ഹാങ്ങിങ്സ്, നാച്ചുറൽ സ്റ്റോണിൽ വരുന്നതുണ്ട്. പിന്നെ ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറി കളക്ഷൻ ആണ് ഇത് വരുന്നത്. ആക്ച്വലി ഫൽഗുണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമുക്ക് ഹാൻഡ് ബ്ലോക്സിൽ കൂടുതലാണ്. അതിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ഇത് തന്നെയാണ്. മൊഡാലിലാണോ ഏറ്റവും കൂടുതൽ? മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അതേന്നേ ഫൽഗുണിയിൽ തന്നെയാണ്. കാരണം ഇന്നിപ്പോ ഞാൻ ഇവിടെ എത്തിയതിന് കാരണം എന്റെ വേഷം തന്നെ നിങ്ങൾ കണ്ടില്ല. ഇതാ ഇനി എല്ലാവരും, നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം, അല്ലെ? ഓണം പ്രമാണിച്ച് ഇപ്പൊ തന്നെ പലരും ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫൽഗുണിയിലും, അതായത് ഫൽഗുണി എന്ന് പറയുന്ന സ്റ്റോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സസ്റ്റൈനബിൾ ആയിട്ടുള്ള നല്ല ക്ലോതിങ് കിട്ടുന്ന ഒരു ഷോറൂമാണ്. മാത്രമല്ല നല്ല ഹാൻഡ്ലൂം പ്യുവർ കൈത്തറിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു ഷോറൂമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഫൽഗുണിയിലെ ഓണം കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ആ ഓണം കളക്ഷൻസ് എസ്പെഷ്യലി നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഒരു സാരി ടൂറിലേക്കാണ് ഇന്ന് എല്ലാ മൈൽസ്റ്റോൺ പ്രേക്ഷകരെയും ഞങ്ങൾ കൊണ്ടുപോകാൻ പോണത്. അപ്പം വൈകിക്കണ്ട, ദാ നമുക്ക് പോവാം. ഹലോ, ഹാപ്പി ഓണം. യെസ്, അങ്ങനെ നമ്മളുടെ ഓണം കളക്ഷൻസ്, നമ്മൾ രണ്ടുപേരും ഓണം സാരീസിലേക്കാണ്. ഇപ്പൊ ഫൽഗുണിയുടെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഓണം കളക്ഷൻസിൽ സെറ്റ് മുണ്ടിൽ നമ്മൾ ഇതുവരെ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള സാരീസും സെറ്റ് മുണ്ടിലുള്ള വെറൈറ്റീസും നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം രശ്മി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പൊ രശ്മി റെഡി ആണല്ലോ? എല്ലാം റെഡിയാണ്. പെട്ടെന്ന് ഞങ്ങളെ ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നെ. അതോടെ നിൽക്കട്ടെ. ഓണമായിട്ട് വന്നിട്ട് ഈ ഒരു ലുക്കിലാണോ വരാൻ വേണ്ടിയിരുന്നത്? പിന്നെ ഓണത്തിന് നല്ല ട്രഡീഷണൽ ലുക്കിലല്ലേ വരണ്ടേ? ഓണത്തിന്റെ ട്രഡീഷണൽ ലുക്ക് അല്ലേ? നോക്ക്, നല്ല ടിഷ്യൂ. ഞാനിത് തൃശ്ശൂർ ഫൽഗുണിയിൽ നിന്ന് വാങ്ങിച്ചെന്നാൽ ഒറിജിനൽ ടിഷ്യൂ സാരിയാണ്. അതൊക്കെയാണ്. പക്ഷെ ഞാൻ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഒരു ട്രഡീഷണൽ ലുക്കിൽ വന്നപ്പോ ഒരു മുല്ലപ്പൂവിന്റെ കുറവുണ്ട്. അപ്പൊ അത് ഞാൻ വെച്ചുതരാം. മുല്ലപ്പൂ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ വെക്കും? എനിക്ക് ക്ലിപ്പ് എല്ലാം വേണം. വെക്കട്ടെ? രശ്മിയുടെ വക മുല്ലപ്പൂ. അതെ, ഓണത്തിന്. പൂവില്ലാതെ എന്താ ഓണം ഉള്ളേ? അതെ, അത് ശരിയാണ്. പൂവും ഫൽഗുണിയും ഇല്ലാണ്ട് എന്തോണം, അങ്ങനെ വേണം പറയാൻ. ശരി, കാണിക്കും ഞങ്ങൾക്ക്. ആദ്യം തന്നെ നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ വന്നിട്ടുള്ളത് ഇതൊരു കോട്ടാഡോറിയ. നമ്മുടെ ട്രഡീഷൻ എപ്പോഴും നമ്മൾ കേരളത്തിന്റെ ആണല്ലോ, ഓണം നമ്മളുടെ ഫെസ്റ്റിവൽ ആണ്. അതെ. അപ്പൊ നമ്മൾ കേരള ഹാൻഡ്ലൂം കളക്ഷൻ ഉണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തരാം. അത് കൂടാണ്ട് നമ്മളിപ്പോ കോട്ടാഡോറിയ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. രാജസ്ഥാന്റെ സ്വന്തം കോട്ടാഡോറിയ. ഓക്കെ, അത് നമ്മൾ കേരളത്തിലേക്ക് അങ്ങ് അഡാപ്റ്റ് ചെയ്ത് അതിന് കുറച്ച് നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള പല്ലൂല് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. പല്ലുവിന്റെ പോർഷൻ ആട്ടോ. ഇതില് നമ്മള് ഒരു മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത്. ഓണം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് കളേഴ്സിലാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തത്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. സാധാരണ നമ്മൾ കാണുന്ന സെറ്റ് മുണ്ടിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട്. അതെ, കോട്ടാഡോറിയ ആണ്. ഇതിന്റെ പല്ലു പോർഷനിൽ ഇങ്ങനെ വരും. ഫുൾ ചെക്ക് സാരി അല്ലേ? ഫുൾ ചെക്ക് സാരിയില് ഇങ്ങനെ വരും. ഫുൾ ചെക്ക് സാരി, അതില് ഫുൾ മിറർ വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് എന്താ രശ്മി?
ബ്ലൗസ് പീസ് ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല, വരുന്നുണ്ടോ? ഇതിന് ബ്ലൗസ് ബ്ലൗസ് വരുന്നില്ല. ഇല്ല. ഇല്ലില്ല. ഓക്കെ. അതുകൊണ്ട് ഏത് കളർ, എല്ലാ കളറും ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾ കണ്ടല്ലോ, ദാ എല്ലാ കളറിലുള്ള മിറർ വർക്കില് എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതല്ല ഇത് തന്നെ ട്രഡീഷണൽ ആയിട്ട് വേണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത് കോട്ടാഡോറി ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്, ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതെ അറിയാലോ, അതെ ഫെദർ ലൈക്ക് ഒരു ഫീൽ ആണ് കിട്ടുന്നത്. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഒരു കളക്ഷൻ. അതെ. ഇനി ഏതാ അടുത്തത്? ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാ. ഇതിപ്പോ Okay. ഫ്ലവർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ചിലതിൽ നമ്മളൊരു വിളക്കിന്റെ ഡിസൈൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണുകളിലാണ് വരുന്നത്. ഓക്കെ. അതാണ് ഇപ്പൊ വ്യത്യാസം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ സെക്ഷനിൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു അനദർ 15 to 20 സാരീസ് വരും. ഓ, അപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം കൈകൊണ്ട് ചെയ്യുന്ന ആയതുകൊണ്ടിട്ടാണ് ഓരോന്നോരോന്ന് റെഡി ആവുന്ന. എല്ലാം തന്നെ കോട്ടാഡോറിയ ചെക്സില് ഓരോ ഡിഫറെന്റ് ഡിസൈനിലുള്ള മിറർ വർക്ക് ആണ് വരുന്നത്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന മിറർ വർക്ക് ആണ്. ഓക്കെ. അപ്പൊ എക്സ്ക്ലൂസീവ് ഹാൻഡ്ലൂം ക്ലോതിങ് കിട്ടുന്ന ഫെൽഗുണിയില് ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു കോട്ടാഡോറിയ ഓണം സ്പെഷ്യൽ സാരി അല്ലേ? ഓക്കെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നല്ല പ്യുവർ, നല്ല ചില ആൾക്കാരുണ്ട് ചോദിച്ചു പോവും ഹാൻഡ്ലൂം, അതായത് കൈത്തറി സാരീസ് തന്നെ വേണമെന്ന്. അതിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് അതേ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ക്രാഫ്റ്റഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല നല്ല നാച്ചുറൽ ഡൈയില് തന്നെ ചെയ്തെടുക്കുന്ന ഒരുപാട് സാരീസും ഇതൊക്കെ ഫെൽഗുണിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു സ്പെഷ്യാലിറ്റി ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ബാക്കിയും കൂടെ ഓണം സാരീസ് ഒന്ന് കാണാം. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഹാൻഡ്ലൂമിന്റെ കളക്ഷൻ ആണ്. കൈത്തറിയിൽ വന്നിട്ടുള്ള സാരികളാ, കേരള സാരി, ഇതെല്ലാം തന്നെ സെറ്റ് മുണ്ടിൽ വരുന്നതാ. ഇതൊക്കെ സെറ്റ് സാരി. ഓക്കെ. ഇതിന്റെ പല കരകളൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ ട്രഡീഷണൽ, നമ്മുടെ സെയിം കര വരുന്ന സാരിയാണ്. ഇത് പുളിയിലക്കര, പ്രശസ്തമായ പുളിയിലക്കര. ഇത് നമ്മുടെ സോൾഡ് ഔട്ട് ആയി, ഏറെക്കുറെ എല്ലാം പോയി. ഇപ്പം കുറച്ച് കളക്ഷനും പിന്നെ അവിടെ ഇരിക്കുന്ന കുറച്ചും കൂടി. പുളിയിലക്കര എല്ലാം സെറ്റ് മുണ്ടിലാണോ ഉള്ളത്? ആ സെറ്റ് മുണ്ടിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മുടെ യൂഷ്വൽ കാണുന്ന പോലത്തെ പല കളേഴ്സിലുള്ളതുണ്ട്. അതെ. സെറ്റ് മുണ്ടിൽ ഒരുപാട്, അത് പല വിട്ടുള്ള ടൈപ്പ്, വീതി കുറഞ്ഞ ടൈപ്പ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. സിൽവറിലുള്ളതുണ്ട്, ഗോൾഡൻ ജെറിയിലുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് സെറ്റ് മുണ്ട് കളക്ഷൻസ്. നല്ല ഭംഗിയുള്ള സാരികളാ. ഇത് സെറ്റ് സാരി. സെറ്റ് സാരി നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതെ, കാണിക്കാം. ഇതെല്ലാം പ്യുവർ ഹാൻഡ്ലൂം സാരികൾ. അത് നോക്ക്, ഇതിങ്ങനെ ഓ സ്ട്രൈപ്സ് ആണല്ലേ ആയിട്ട് വരും. ഓക്കെ. ഇതിനൊക്കെ ഈ വരുന്ന സെറ്റ് സാരി എല്ലാം വിത്ത് ബ്ലൗസ് ആണോ? ഇതൊക്കെ വിത്ത് ബ്ലൗസ് ആയിരിക്കും. ഓക്കെ. ചിലതില് വിത്ത് ബ്ലൗസ് വരില്ല. അതിന്റെ പല്ലു. ഓക്കെ. ഇതൊന്ന്. ഇനിയിപ്പോ സെറ്റ് മുണ്ടാണ് എടുക്കുന്നെങ്കിൽ ഏതെടുക്കണം? അതും പച്ച തന്നെയാണ്. ഇതെടുക്കാം. ഓക്കെ. ഇങ്ങനെ വരും. ഇത് ഇവിടെ വരുന്നത്, മേളില് വരുന്നത്. ഇത് മുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് സെറ്റ് മുണ്ട്. ഇത് ഞങ്ങൾ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇതിന്റെ ഡിസൈൻ നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. തന്നെയുണ്ട് ഇവിടെ. ടിഷ്യൂന്റെ എവിടെ പോയി? ഇല്ല, അത് അവിടുത്തെ അപ്പുറമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഒരു സെറ്റ് സാരിയും കൂടെ ഓപ്പൺ ചെയ്യാം. ഇതാ നല്ല വിട്ടുള്ളൊരു സെറ്റ് സാരി. ഇത് പ്ലെയിൻ ആണെന്ന് തോന്നണോ? ഇത് നല്ല ഭംഗിയുണ്ട്. നോക്ക്. നല്ല വിട്ടോട് കൂടി 5 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെ വരില്ലേ? ഇഞ്ചസ് അനുസരിച്ച് വീതി മാറി മാറി വരുന്നതാ. ഓക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള സാരി. ഇതിനൊക്കെ വിത്ത് ബ്ലൗസിനെക്കാട്ടിലും മിക്കവർക്കും ഇഷ്ടം ചിലപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ്, ഇതിടാൻ തന്നെയായിരിക്കും. അപ്പൊ വേറൊരു ഭംഗി തന്നെയാണ്. അപ്പൊ വേറിട്ട് ഒരു ഓണം തന്നെ ആവട്ടെ ഇപ്രാവശ്യം നിങ്ങളുടെ ഫൽഗുണിയോടൊപ്പം ഉള്ള ഈ ഒരു ഓണം. ഓക്കെ. പിന്നെ സിൽവറിലുള്ളത് വരുന്നുണ്ട്, വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, ചെക്സ് ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ചെക്ക് പാറ്റേണിലുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് സിൽവറിലുള്ളത് ആണ്, സിൽവറിലുള്ള വരുന്നത്. ഇതൊക്കെ കുട്ടി ചെക്സ് ഇല്ലേ? ഇത് ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചെറിയ ചെക്സ്. അതെ. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ കണ്ടത് കുറെ സെറ്റ് സാരീസും സെറ്റ് മുണ്ടുമാണ്. ഇനിയും ഇവിടെ നിന്ന് എനിക്ക് കാണാം അവിടെ റാക്കിലും വേറെ കുറെ ഇതിന്റെ കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗോൾഡൻ ജെറി ആഗ്രഹിക്കുന്നവർക്കും സിൽവർ ജെറി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉള്ള കളക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ ഫാൽഗുണിയിലെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസും ഡ്രസ്സസും ദുപ്പട്ടാസ് ഇങ്ങനെയുള്ളത് മാത്രമല്ല, അതിന് മാച്ച് ചെയ്യുന്ന കുറച്ച് ആക്സസറീസും, അതും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സസറീസും നമുക്ക് ഫാൽഗുണിയിൽ കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പം ഇത് ഓണം സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ജ്വല്ലറിയിലും ഇവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നേരെ സെറ്റ് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതാ
നിങ്ങൾ ഓരോന്നും അത് നമ്മൾ അതിൽ കാണിച്ചു തരാം ഇതില്. ഇതെല്ലാം ഉണ്ട്, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒരുപാട്. വളയില്ലേ രശ്മി? വളയുണ്ട്, വള അവിടെ സെക്ഷനിൽ ഉണ്ട്, വളയുണ്ട്. അപ്പൊ നല്ല മാല, കമ്മൽ, വള ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഈ വാങ്ങിക്കാം. ഒരു ട്രഡീഷണൽ ഡിസൈൻസ് ഒക്കെ ഇല്ലേ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബീഡോട് കൂടിയിട്ട് ടെമ്പിൾ ഡിസൈൻ. ഓക്കെ, അതായത് ലോങ് ചെയിൻ ഉണ്ട്, ചോക്കർ ടൈപ്പ് ഉണ്ട്, നെക്ലസ് ഉണ്ട്, പ്ലെയിൻ. ഇനി അതൊന്നും വേണ്ട, ഒട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മതി എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സിമ്പിൾ ടൈപ്പ് ഉണ്ട്. മൾട്ടി കളർഡ് സ്റ്റോൺസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുണ്ട്. ഓക്കെ, ഇതിനൊക്കെ നമ്മുടെ സെറ്റ് മുണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ സാരീസിനൊക്കെ മാച്ച് ചെയ്യുന്ന പോലത്തെയാണ് ഇവിടെ ജ്വല്ലറീസ് ഒരുപാടുള്ളത്. ഇത് സെറ്റ് ആയിട്ടുള്ള ജ്വല്ലറി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എക്സ്ക്ലൂസീവ്, നല്ല ബ്യൂട്ടിഫുൾ ഇയറിംഗ്സ് ആണ് ഫാൽഗുനിയുടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവരുടെ ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങള് സൂം ഇൻ ചെയ്ത് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, കുറെ നല്ല ടെറാക്കോട്ടയിൽ വരുന്നത് ഹാങ്ങിങ്സ്, ഇതെല്ലാം അങ്ങനത്തത്. ഓക്കെ, പിന്നെ നാച്ചുറൽ സ്റ്റോണിൽ വരുന്നതുണ്ട്. പിന്നെ ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറി കളക്ഷൻ ആണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ലുക്ക് തരുന്ന, ഇതിപ്പോ കുറെ പോയി, നമ്മള് ഇത് ഫുൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോ വരുന്നുണ്ട് ഒരു 2 വീക്സിന് ശേഷം. അതെ, വരും. കാശിമാലയ്ക്ക് ചേരുന്ന പോലത്തെ നല്ല കാശിന്റെ കമ്മലും ഒക്കെ ഉണ്ട് ഇവിടെ. കറക്റ്റ് ആയിട്ട് നല്ല ട്രഡീഷണൽ ലുക്കുള്ള ഒരുപാട്. ഓക്കെ, അപ്പം ഇനി എന്താ നമ്മൾ കാണണ്ടേ? ഇനി അടുത്ത സെക്ഷൻ സാരീസ് നമുക്ക് കാണാം. സാരീസ് ഒരുപാടുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് കാണാം. ശരി. ഇവിടെ ഇപ്പം നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫാൽഗുനിലെ സാരീസ്, എക്സ്ക്ലൂസീവ് സാരീസിന്റെ ഒരു ഏരിയ ആണെന്നല്ലേ. യെസ്, ഇവിടെ നിന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ എത്ര നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ദേ നമ്മുടെ എപ്പോഴും ഉള്ള നമ്മുടെ കലങ്കാരിയിലുള്ളതും പാൽ കലങ്കാരി ഒക്കെയുള്ള കുറേ സാരി കളക്ഷൻസ്. പക്ഷെ ഇതില് ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് പുതിയ കളക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. യെസ് രശ്മി, അതൊന്ന് കാണിച്ചു തരാമോ? മൊഡാലിലുള്ള സിൽക്കിൽ വന്നിട്ടുള്ളതാ. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് കളർ ടോണില് വന്നിട്ടുള്ള സാരികളാ. ഓക്കെ, ആക്ച്വലി ഫൽഗുണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമുക്ക് ഹാൻഡ് ബ്ലോക്സിൽ കൂടുതലാണ്. അതിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ഇത് തന്നെയാണ്. മൊഡാലിലാണോ ഏറ്റവും കൂടുതൽ? ഓക്കെ, കാരണം മൊഡാലിൽ ഇവിടെ ഫൽഗുണിയിൽ വരുമ്പോൾ മൊഡാലില് സാരി മാത്രമല്ല, സാരീസ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ചുരിദാസ് ഉണ്ട്. മൊഡാലിലുള്ള ഏതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതിലെല്ലാത്തിലും മൊഡാലിലുള്ള ഓരോ സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇത്രയൊന്ന് കാണിക്കാം. ഓക്കെ, ഇത് നല്ല താമര ലോട്ടസ് ഡിസൈനിലെ ട്രഡീഷണൽ. ഇത് കുറച്ചും കൂടെ മൊഡാലിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സാരി ഡ്രേപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, യങ്സ്റ്റേഴ്സിന് ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റൈലിഷ് ഡിസൈൻ ആണിത്. ഇതാണ് ഇതിന്റെ പല്ലു. ഓക്കെ, ഇതെല്ലാം തന്നെ ഫ്ലോറൽ പാറ്റേൺസിൽ വന്നിട്ടുള്ള സാരികളാ. ഓക്കെ, അങ്ങനെ മൊഡാലില് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കാണാം. പിന്നെ വേറെന്താ പുതിയത് ഇപ്പൊ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട്? ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഷിബോരി സാരി എന്ന് പറയും. ഇത് ഷിബോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ് വൈറ്റ് ഫാബ്രിക് ആയിരിക്കും ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത്. ഈ ഫാബ്രിക്കില് ഇതിപ്പോ നമ്മള് ഷിബോരി എന്ന് പറയുന്ന ടൈ ഡൈ ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ ബാന്തിനി ചെയ്യില്ലേ, ബാന്തിനിയിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ഓഫ് വൈറ്റ് ഫാബ്രിക്കില് നമ്മൾ ആദ്യം കെട്ടും. തുണി ഓരോന്നോരോന്ന് ആ ഡിസൈൻ കണ്ടിട്ടില്ലേ, ആ ഡിസൈനിൽ കെട്ടിയിട്ട് ബാക്കിയുള്ളതിനെ ഡൈ ചെയ്തെടുക്കുക ചെയ്യാം ഫാബ്രിക്കിന്. അപ്പൊ ഡൈന്ന് എടുത്തു കഴിയുമ്പോ ആ കെട്ടഴിക്കുമ്പോഴുള്ളതാണ് ആ വൈറ്റ് കളറിൽ നമ്മൾ സാധാരണ കാണുന്നത്. അപ്പൊ മൾട്ടി കളറിലും ചെയ്യാം അത്. ഇതുപോലെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടൈഡൈ ടെക്നിക്കിലുള്ള സാരിയാണിത്, ഷിബോരി സാരി. ഷിബോരി സാരി ഓഫ് വൈറ്റ് ആയിരിക്കും ഇതിന്റെ ഫാബ്രിക് ബേസ് വരിക. ഇതിൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്യും, ഈ ആ ഫാബ്രിക്കിനെ ഫോൾഡ് ചെയ്യും. ഇപ്പൊ ഒരു ഓഫ് വൈറ്റ് സാരി ആയിരിക്കും, ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യും ഈ ഡിസൈനുകളിൽ. ഇതിൽ കണ്ടോ ഹോൾസ് കണ്ടോ? സ്റ്റിച്ച് അഴിച്ചതിന്റെ ആയിട്ടുള്ളൊരു ഹോൾസ് ഉണ്ട്, ഈ കാണുന്ന ചെറിയ ഹോൾസ്. ഈ സ്റ്റിച്ചിലായിരിക്കും ഈ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും. ടൈറ്റ് ചെയ്തിട്ട് അതിനെ ഡൈ ചെയ്യും. പിന്നീട് ആ ഡൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ടൈറ്റ് ചെയ്ത് വെച്ച പോർഷൻ അവർ അഴിക്കും.
അഴിക്കുമ്പോഴത്തേക്കിന് ഈ ആ ഒരു ഡിസൈൻ ഡിസൈനിലേക്ക് വരും. ഓക്കെ എന്താണല്ലോ നമ്മൾ ഡിസൈൻ കൊടുക്കുക അതായിരിക്കും നമുക്ക് കിട്ടുക. കിട്ടുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഓഫ് വൈറ്റ്, ഒരു അതെ, വൈറ്റിൽ തന്നെയാണ് ഇതെല്ലാം ബേസ് ചെയ്യുന്നത്. ഫാബ്രിക് വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡ്രൈ ക്ലീനിങ് മാത്രം ചെയ്യാൻ ഡ്രൈ പാടുള്ളൂ? ക്ലീൻ റെക്കമെൻഡഡ് ആണ് ഇതെല്ലാം. റെക്കമെൻഡഡ്. അതെ, ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പത്തെ. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതെല്ലാം ചന്തേരി സിൽക്കിലാണ് ഈ ഫാബ്രിക് വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോന്നിലും ഓരോ ഡിസൈനാണ്. ഡിസൈൻ ഇത് ഇതിന്റെ ബ്ലൗസ്. ഇനിയിപ്പോ ചില സമയത്ത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ തന്നെ കളർ ഡിഫറൻസും ഇപ്പൊ ഡിസൈൻ ഒക്കെ തന്നെ സെയിം തന്നെ നോക്ക്, ഇതിൽ അതെ വ്യത്യാസങ്ങളില്ലേ? അതെ. ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഓരോ സാരിയിലും വ്യത്യസ്തമായിരിക്കും എല്ലാം. ഓ ഇപ്പൊ സെയിം ഡിസൈൻ കൊടുത്താലും അതിനൊക്കെ സൈസസും ഒക്കെ ചെറുതും വലുതുമായിട്ടൊക്കെ വരും. ആ, എപ്പോഴും അത് അറിയാവുന്ന കാര്യമാണ് ഹാൻഡ് മെയ്ഡിൽ വരുമ്പത്തെ ഒരു വ്യത്യാസങ്ങൾ. ഓക്കെ, ഇത് അതിന്റെ തന്നെ ബ്ലൂ, ഇൻഡിഗോ ബ്ലൂവിൽ തന്നെ വേറൊന്ന്. ഇനി ഇതൊരു പീച്ചിഷ് പിങ്ക്. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, ഇനി കളറുകൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഷിബോരി സാരീസ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ചും കൂടെ പറയാം രശ്മി. പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 4000 റേഞ്ചിൽ വരുന്ന സാരികളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേറെ ഏതാ? പിന്നെ ഉള്ളത് നമ്മുടെ കാഞ്ചീപുരം സാരി. ആ, അപ്പൊ ഇനി നമ്മള് കാഞ്ചീപുരം സാരീസ് ആണ് കാണാൻ പ്യുവർ പോകുന്നത്. സിൽക്ക് സാരീസ്. ഓക്കെ, പ്യുവർ സിൽക്ക് സാരീസ്. ഇത് വിന്റേജ് കാഞ്ചീപുരം കളക്ഷനിൽ വന്ന സാരീസ് ആണ്. അതെ, ഇത് നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. എന്റെ ബ്യൂട്ടിഫുൾ, അതുകൊണ്ട് ഒരു കളക്ഷൻ ആണ്, അതുകൊണ്ട് എപ്പോഴും പോയി അത് തന്നെ എടുക്കും. ചെക്ക് സാരി. ഓക്കെ, പിന്നെ പാലും പഴവും ഉണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്ത ലേറ്റസ്റ്റ് ഇവിടുത്തെ കളക്ഷൻസ്. ട്രഡീഷണൽ നല്ല കാഞ്ചീപുരം സാരി. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നില്ലേ, സാരിയുടെ ബോഡിയും ഇതുമായിട്ട് ബോർഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യിക്കുന്ന സാരികളുണ്ട്. കോർവേ ബോർഡർ സാരീസ് എന്നാ പറയാം. ആ പാറ്റേണിലുള്ള സാരികളാണ് ഇതൊക്കെ. ബ്ലൗസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ പല്ലൂലും കാണാം അതിന്റെ ഒരു അറ്റാച്ച് ചെയ്ത ഒരു പ്രോസസ്. നല്ല ഗ്രീനും പിങ്കും. കാഞ്ചീപുരം വിചാരിച്ചിട്ട് കട്ടിയൊന്നും ഇല്ല കേട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം തന്നെയാണ്. നല്ല ഗ്രീൻ കാഞ്ചീപുരം. അതിന്റെ ബ്ലൗസ് വന്നിട്ട് പിങ്ക് ആണ്, മജന്റ കളർ ആണ്, നോട്ട് പിങ്ക്, മജന്റ കളർ. ഇതാണ് അതിന്റെ പല്ലു. ഓക്കെ, ഇനിയിപ്പോ കല്യാണ സീസൺ ഒക്കെ അല്ലേ, ചിങ്ങമാസമായി, കല്യാണങ്ങൾ ഒരുപാടുണ്ട്, ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്, സാരീസ് അപ്പൊ ഒരുപാട് വേണം. അപ്പൊ അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ സാരിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഫൽഗുണിയിലേക്ക് വരൂ. ഇത് നല്ലൊരു ഹാൻഡ്ലൂം സാരിയാണ് കേട്ടോ, പ്യുവർ സിൽക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കളർ നോക്ക്, കാണാത്തൊരു ടൈപ്പ് സാരി, ബ്യൂട്ടിഫുൾ സാരി. ഹായ്, നല്ല ഗ്രാൻഡ് പല്ലു, നല്ല റിച്ച് പല്ലു. വാവ്, സാരിയുടെ ബോഡി അതെ നമ്മൾ കാണാത്ത കോട്ടയുടെ ഒരു ഡിസൈൻ പോലെ അല്ലേ, കോട്ടാഡോറിയുടെ ഡിസൈൻ പോലത്തെ തന്നെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ, ഇത് പൊച്ചാമ്പള്ളി സാരിയാണ്. കാഞ്ചീപുരം പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരിയായത്. കാഞ്ചീപുരം സാരീസ് തമിഴ്നാട്ടിൽ ഫേമസ് ആണ്. അതെ, അതേപോലെ ഇത് ആന്ധ്രയുടെ, തെലങ്കാനയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയാണ് പോച്ചപ്പള്ളി സാരീസ്. യെസ്, പോച്ചപ്പള്ളിയിൽ നമ്മൾ കോട്ടൺസിൽ ഒരുപാട്, നമ്മൾ വർഷങ്ങളായിട്ട് സാരി ലവേഴ്സിന് അറിയാവുന്ന കാര്യമാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കോട്ടൺസിലൊക്കെ പോച്ചപ്പള്ളി ഡിസൈൻ കാണുന്നതാണ്. അപ്പം അതേ ഡിസൈൻ തന്നെ ഇപ്പം സിൽക്കിലേക്ക് അവർ ചെയ്തിരിക്കുകയാണ്, കാഞ്ചീപുരത്തിലേക്ക് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇതാണ് ആ സാരിയുടെ പല്ലു. കുറച്ച് ജോമെട്രിക് പാറ്റേൺസും കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വീവിംഗ് സ്റ്റൈൽ ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ പ്ലെയിൻ ആണ്, അതില് രണ്ട് സൈഡിലും വേറൊരു പോച്ചപ്പള്ളി. ഇത് തന്നെ നല്ല നല്ല ഡാർക്ക് കളർ, നല്ല എടുത്ത് നിൽക്കുന്ന കളേഴ്സ്, സ്ട്രൈക്കിങ്. ഇതാ പല്ലു. ഇതെല്ലാം തന്നെ പോച്ചമ്പള്ളി സാരീസ് ആണ്. വാ, ഗംഗാൻ ജമുന ബോർഡറില. ഓക്കെ, നല്ല കളറിലാണ്, നല്ല കളർ, നല്ല ഗ്രീനും നല്ല മജന്റയും, അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് ബോർഡറിൽ വന്നിരിക്കുന്നു ഈ സാരി, കണ്ടോ? എന്നിട്ട് അതിന്റെ പല്ലു പോച്ചമ്പള്ളി ഡിസൈൻ. നൈസ്. ഈ ഒരു സാരിയുടെ കളർ നോക്ക്,
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കാറ്റഗറിയിൽ വരുന്ന ഓക്കെ, നല്ല കളർ കോമ്പിനേഷനും. ഫുള്ള് ഗോൾഡൻ ബൂട്ടി കുട്ടീസ്, ഡിസൈൻസും. അതെ, ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഈ സൈഡിൽ ബോർഡർ വളരെ Thin ആയിട്ടുള്ള, തിന്നാണ്, വളരെ തിൻ ബോർഡർ. ഈ സൈഡിൽ കുറച്ച് വിട്ട് ഉണ്ട്, നല്ല കളറും. ബ്ലൗസും ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ വിത്ത് ബ്ലൗസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോണു നമ്മുടെ സിൽക്ക് സാരീസ്. ഇതെല്ലാം കൂടെ കാണിക്കാൻ പോയാൽ നടക്കില്ലാത്ത കാര്യമായതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് പീസസ് കാണിച്ചു എന്ന് മാത്രം. Okay. പക്ഷെ ഇനി നമുക്ക് ദേ ഇവിടെ സാരി ടൂർ കാണാനുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഓണം കളക്ഷൻസ് കണ്ടു, ഷിബോരി കണ്ടു, കാഞ്ചീപുരം കണ്ടു. ഇനി നമ്മൾ പോവാൻ പോകുന്നത് ലഹരിയ സാരി. യെസ്, ലഹരിയ സാരീസ്. ഇത് നമ്മുടെ കോട്ടാഡോറിയ കളക്ഷൻ ആണ് വരുന്നത്. കോട്ടാഡോറിയയിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്തിട്ടുള്ളതുണ്ട്, ഷിബോരി വരുന്നുണ്ട്, ലഹരിയ കളക്ഷൻ വരുന്നുണ്ട്. ഇത് ലഹരിയ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു സാരിയാ. നമ്മൾ ടൈ ചെയ്തിട്ട് ഡൈ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് വരുന്നത്. ടൈ ആൻഡ് ഡൈ സാരിയാണ്. ടൈ ആൻഡ് ഡൈ സാരിയാണ്. കോട്ടാഡോറിയ എല്ലാവർക്കും അറിയാലോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി. അതില് ഇപ്പൊ പല തരത്തില് ലഹരിയ ഡിസൈനിലുള്ളതുണ്ട്, ടൈ ആൻഡ് ഡൈ ഉണ്ട്, ഷിബോരി ഉണ്ട്. ഇത് തന്നെ പല ടൈപ്പിലുള്ളതാണ്. മൾട്ടി കളർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. യെസ്, ഇതൊരു ഡബിൾ കളറിലേ ഉള്ളൂ. ഡബിൾ കളറിൽ. ഇത് മൾട്ടി കളർ ആണ്. ഇത് ഷിബോരി സാരിയാണ്. ഇതിലൊരു ബോർഡർ ഉണ്ട്, ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ട്. ഇതെല്ലാം തന്നെ മെറ്റീരിയൽ വരുന്നത് കോട്ടാഡോറിയാണ്. ഓക്കെ, ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്തിട്ടുള്ളതാ, കോട്ടാഡോറിയ. സിംഗിൾ കളർ ആണ് നോക്കുന്നത്, വിത്ത് ഒരു ഗോൾഡൻ ബോർഡർ ആണെങ്കിൽ അതും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ബോർഡർ ഒന്നും ഇല്ലാത്ത കളറാണ് നോക്കുന്നത്, ഐ മീൻ ബോർഡർ ഒന്നും ഇല്ലാത്തൊരു സാരിയാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതായത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ, ബോർഡർലെസ് സാരി വേണം, അല്ലെങ്കിൽ വൺ സൈഡ് ബോർഡർ വേണം, അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ബോർഡർ വേണം, ഇനി ബോർഡറേ വേണ്ട, ഇങ്ങനെയൊക്കെ പലർക്കും പല ഇഷ്ടമായിരിക്കാം. അങ്ങനെ ഏത് കാറ്റഗറി ആണുള്ള സാരീസ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിലും അതിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. മൾട്ടി കളറിലായിട്ടുള്ളതുണ്ട്, സിംഗിൾ ഷെയ്ഡ് ഉണ്ട്, ഡബിൾ ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. ഈ ഒരു സൈഡ് ഫുൾ തന്നെ ഷിബോരിയും ഈ കോട്ടാഡോറിയയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരീസ് ആണ്. അതിന്റെ കൂടെ നമുക്ക് ഷിബോരിയിൽ ഇപ്പൊ ഈ ഒരു കളർ കാണിച്ചു, ഇതുണ്ട്, പിന്നെ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, ഡിഫറെന്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമുക്ക് ഇവിടെ കലംകാരിയിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതും ഇനി ബാക്കിയുള്ള സാരീസ് എല്ലാം കൂടെ നമുക്ക് ഓടിച്ചിട്ടൊന്ന് കാണാം. ഓക്കെ, ഇനി ഇതിൽ തന്നെയും ഇങ്ങനെ കളർഫുൾ ആയിട്ടൊന്നും വേണ്ട, കുറച്ചും കൂടെ സോളിഡ് കളേഴ്സിലും കുറച്ചും കൂടെ ഒരു എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെ ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ദേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കുറച്ച് ഡാർക്ക് ടോണില് അങ്ങനത്തെ ഉള്ളതുണ്ട് കേട്ടോ. യെസ്, അതെ, അജ്രക് ഡിസൈൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ചെയ്തിരിക്കുന്നു. കോട്ടാഡോറിയയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കളർ ടോൺ വരുന്നതിന്റെ റീസൺ നാച്ചുറൽ ഡൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ ഒരു കളർ ടോണിൽ വരുന്നത്. നമ്മൾ കാണിച്ച ലഹരിയുടെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ പല കളേഴ്സിലുണ്ട് കേട്ടോ, പല കളേഴ്സില്. ഇതിങ്ങനെ കോട്ടാഡോറിയയുടെ ലഹരിയ സാരീസ്, ഷിബോരി സാരീസ്, ഇങ്ങനെ പല 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 കളേഴ്സിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ. ഇത് നമ്മുടെ ഹാൻഡ്ലൂം സാരീസിന്റെ സെക്ഷനാണ്. ഇത് ഹാൻഡ്ലൂമിൽ തന്നെ ബൂട്ടി ഡിസൈൻസ് വന്നിട്ടുള്ള വരുന്നത്. ത്രെഡിലാണ് ഇതിന്റെ ബൂട്ടാ വർക്ക് ഒക്കെ വരുന്നത്. പ്യുവർ ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള സാരികളാണ്. ഹാൻഡ്ലൂം ആയതുകൊണ്ട് നമ്മൾ ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ ഹാൻഡ്ലൂം സാരി. അതെ അതെ. പിന്നെ ഇത് നമ്മളുടെ ചന്ദേരി സിൽക്കിൽ വന്നിട്ടുള്ള ബാന്തിനി സാരീസ് ആണ്. ചന്ദേരി സിൽക്ക് ആണ്. അതെ അതെ അതെ, ചന്ദേരി സിൽക്കിലുള്ള ബാന്തിനി. സാധാരണ ഇത് നമ്മൾ കോട്ടണിൽ കാണാറാണ് യൂഷ്വലി. ഓക്കെ, അത് തന്നെയും സിംഗിൾ ഷെയ്ഡ് ഉണ്ട്, ഡബിൾ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അതെ. ഇനി ചെക്ക് സാരീസ്. ഇത് നമ്മുടെ ചെക്ക് സാരീസ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന മദ്രാസ് ചെക്സ്. അപ്പൊ അതിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഹാൻഡ്ലൂം വീവേഴ്സ് ചെയ്ത് തന്നിട്ടുള്ള സാരികളാണ്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ടെണ്ണം. ഇപ്പൊ ചെക്സ് പിന്നെയും ഭയങ്കര ഇന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്സിന്റെ സാരീസ് ആയിക്കോട്ടെ, ചെക്സിന്റെ ഡ്രസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പൊ കുറച്ച് ഇന്നാണ്. കാഞ്ചീപുരത്തിലും അതെ, ചെക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അത് ഇതൊക്കെയാണത്. മദ്രാസ് കോട്ടൺ. ഇതൊക്കെ എങ്ങനെയാ ഇതിന്റെ വാഷിംഗ്, ഡ്രൈ ക്ലീനിങ് ആണോ അതോ? ഹാൻഡ്ലൂം സാരീസ് എല്ലാം പൊതുവെ ഹാൻഡ് വാഷ് റെക്കമെൻഡഡ് ആണ്. പിന്നെ നമ്മളൊരു കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡ്രൈ കെയർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ സാരീസ് ഒക്കെ കണ്ടോ? ഇത് കുട്ടിയായിട്ടുള്ള ചെക്സ് ഇല്ലേ, ചെറിയ ചെക്കുകള്. ഇതൊക്കെ ചെറിയ ചെക്സ് ആണ് ഇതിൽ വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ.
നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുമ്പേ ഷിബോരി സാരി സ്റ്റിച്ച് ചെയ്തിട്ട് ഡൈ ചെയ്തിട്ടുള്ളേ, ഓ. അതില് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല കളേഴ്സിൽ വരുന്ന സാരികളാ. ഉം. അതിന്റെ ബാലൻസ് ഉള്ള കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. വേണ്ട. സ്റ്റാൻഡിലും റാക്കിലും ഒക്കെ ആയിട്ട് തന്നെ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ. ഓരോന്ന് വെച്ചിട്ട് എങ്ങനെ ഞാൻ എടുത്ത് കാണിക്കും? അതിലും ഭേദം ഒരു വണ്ടി എടുത്ത് തൃശ്ശൂർക്ക് ഇങ്ങ് വരുന്നതല്ലേ, അല്ലേ? ഓണം ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഓടി വരിക, ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസും ഡ്രസ്സസും ഒക്കെ അങ്ങ് എടുത്തിട്ട് പോവുക. ഓക്കെ, ഇനി എന്താ ഇത് അടുത്തത്? കലംകാരി, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കലംകാരിയിൽ വന്നിട്ടുള്ള സാരികളാണ്. ഇതില് സിൽക്കിലും വരുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു. കലംകാരിയുടെ കോട്ടണും ഉണ്ട്, സിൽക്കും ഉണ്ട്. ഓക്കെ. ഒരു സോഫ്റ്റ് സിൽക്കിൽ വരും. ഓ, എന്ന് വെച്ചാൽ പ്യുവർ ഇത് പട്ടെന്നല്ല, അതിന്റെ Soft വരുന്നുണ്ടല്ലോ silk ല്. നമ്മുടെ പെൺകലംകാരി ഒക്കെ വരുന്ന പോലെ. ഓക്കെ. ഇത് ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ, ഇങ്ങനെ കലംകാരിയുടെ ഡിസൈൻ നിങ്ങൾക്ക് ഡിഫറെന്റ് അറിയാലോ. ആയിട്ടുള്ള പ്രിന്റുകളായിരിക്കും വരുന്നത്. ആ, പക്ഷെ നല്ല സുഖമുള്ള സാരികൾ, ഉടുക്കുമ്പോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോവാൻ പറ്റും. പ്രത്യേകിച്ച് ഡെയിലി വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന, എന്നാൽ അതിന്റെ കൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടും ഡ്രേപ്പ് ചെയ്തിടാൻ പറ്റുന്ന സാരീസ് ആണ് ഇതെല്ലാം. ആന്ധ്രാപ്രദേശിന്റെ സ്വന്തം കലംകാരീസ്. ഇത് നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ചന്ദേരി സിൽക്ക് സാരീസ് ആണ്. ഇത് ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. റൗണ്ട് അടിച്ചു ഇതില് നമുക്ക് ഈ കളറൊക്കെ, ഇതൊക്കെ കോട്ടൺ, ചന്ദേരി ചന്തേരി സിൽക്ക്. ചന്തേരി സിൽക്കിലാണ് ഇതെല്ലാം. ചന്ദേരി സിൽക്ക് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ കോട്ടൺ സ്റ്റൈൽ ഇതെല്ലാം ചന്തേരി സിൽക്ക് ആണ്. മഹേശ്വരി സിൽക്ക് കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇതില്. ഓക്കെ, ഇതിങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അമ്മമാർക്കും ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ റെഗുലർ വെയർ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് സാരീസ് ആണ് ഇതെല്ലാം. ലാസ്റ്റ് ടൈം നമുക്ക് ഇതിന്റെ ഗിച്ച ബോർഡറിലുള്ള ഒരുപാട് സാരീസ് ആൾക്കാർ ഗിഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഓണത്തിന്. അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഗോൾഡൻ ബോർഡർ അല്ലേ ഇതിൽ വന്നിട്ടുള്ളത്. ഗിച്ച ബോർഡർ വരുമ്പോ നമുക്ക് അവിടെ ഗോൾഡൻ അങ്ങനത്തെ ഒരു എടുത്ത് നിൽക്കുന്ന ബോർഡറുകൾ ഇല്ല, അപ്പൊ നാച്ചുറൽ ആയിട്ടിരിക്കും. അപ്പൊ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറെ പേര്. പിന്നെ ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരികളാ. ചന്ദേരി സിൽക്കിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്. ഇതില് ഫുൾ ഇങ്ങനെ വർക്ക്. ഞാൻ ഈ പറഞ്ഞ ഗിച്ച ബോർഡർ സാരി ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് ആ ഗോൾഡ് ചന്ദേരി സിൽക്ക് ആണ്, പക്ഷെ നമുക്ക് ആ ഗോൾഡൻ ബോർഡർ ഇല്ല. ഇത് ഏത് ഏജുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും ഒക്കെ തന്നെ ഇടാൻ പറ്റുന്ന സാരികളാണ്. ഇതിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോ ഷിബോരി സാരി തന്നെ കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ ബോർഡർ ഒക്കെ കൊടുത്തോണ്ട് അങ്ങനെ. ഓക്കെ, അതിൽ തന്നെ ഗിച്ച ബോർഡർ വരുന്ന സാരിയാണിത്. ഓക്കെ, ഇനി വലിയ കസവോ ചെറിയോ ഒന്നും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഗിച്ച ബോർഡറില്. ഇപ്പൊ ഗിച്ച ബോർഡറിൽ തന്നെ ചന്ദേരി സിൽക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കുറച്ചുകൂടെ കളർഫുൾ ആവണം. ഇപ്പൊ ബ്ലാക്ക് സാരീസ് ഇഷ്ടമുള്ളവർക്ക്, ബ്ലാക്കിലൊക്കെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഡിഫറെന്റ് പ്രിന്റുകളിൽ, ഐ മീൻ ബ്ലാക്കിൽ നമുക്ക് ഡിഫറെന്റ് പ്രിന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഇത് കളേഴ്സ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കസവൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ്. ഓക്കെ, ഇതിപ്പോ ത്രെഡ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു, നമ്മള് വേൽദാരി ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ ത്രെഡിലാണ് ഇത് വന്നിട്ടുള്ളത്. അതിപ്പോ ഒരു ഗോൾഡൻ സാരിയായിട്ട് വരും. ഇത് ടൈഡൈ ആണ്. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ കോട്ടൺ സാരീസിന്റെ കളക്ഷനാണ്. എനിക്ക് സാരിയൊക്കെ കണ്ടോ, 2 കളറിലായിരിക്കും ത്രെഡ് വരുന്നത്. ഇത് ഫുൾ ട്രഡീഷണൽ എല്ലാം കോട്ടൺ സാരീസ് ആണ് ഇവിടെ ഫുൾ വന്നിരിക്കുന്നത്. എല്ലാം ബിഗ് ബോർഡേഴ്സിലുള്ളതുണ്ട്, അത്ര ബിഗ് അല്ലാത്ത ബോർഡറിലുള്ളതുണ്ട്. അങ്ങനെ പല ടൈപ്പാണ് ഓരോ സാരീസും വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ, നല്ല കളർഫുൾ സാരീസ്. ഇത് ഹാൻഡ്ലൂം ആണ്. ഹാൻഡ്ലൂം സാരീസിൽ വരുന്നതാ. ഇത് കണ്ടോ, ചെക്സില് ഫുൾ ചെറിയ ചെക്സ്, കുറച്ച് ബിഗ് ചെക്സ്, അങ്ങനെ പല തരത്തിലുള്ള. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ചെക്ക് സാരി. ഇതിന്റെ കോമ്പിനേഷൻ കണ്ടോ, കുറച്ചൊരു എടുത്ത് നിൽക്കുന്ന കളറാണ്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ ചെക്ക് റാക്ക് തന്നെയാണ്. ഇത് ഫുള്ള് ഇതിപ്പോ ഹാൻഡ്ലൂമിൽ തന്നെ പ്ലെയിൻ സാരിയാണ്, പക്ഷെ ഇതിൽ നമ്മൾ ഇക്കത്തിന്റെ വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ ബോർഡറിലും ഇത് കണ്ടോ, ഈ ഒരു ഇത് നീഡിൽ ബുട്ട ഡിസൈൻ എന്ന് പറയും, ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന. ഇതാണ് എന്റെ പല്ലു വരുന്നത്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ ആണ്. ഈ റാക്ക് ഫുൾ ആ ടൈപ്പ് ആണ്. ഇത് 80 കൗണ്ടിൽ വരുന്ന ഒരു കോട്ടൺ സാരിയാ.
ഇപ്പൊ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഈ ഒരു സാരി ഇല്ലേ, കേരള സാരി, ആ. ഇത് ശരിക്കും 80 കൗണ്ട് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണത്. ഓ ടച്ച് ചെയ്ത് നോക്കിയോ ആ അല്ലേ? അതെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ലിനനിലാണ് സാധാരണ 80 കൗണ്ട്, 100 കൗണ്ട്സ് ഒക്കെ യൂഷ്വലി വരുന്നത്. കോട്ടണിലും ഉണ്ട്, കോട്ടണിലും നമുക്ക് വരുന്നുണ്ട്. ആ കോട്ടണിൽ അത് വരുന്ന അനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസങ്ങൾ വരും. ഫൈൻ കോട്ടൺ കാറ്റഗറിയിലേക്ക് അത് മാറും. ഓക്കെ ഇത് അങ്ങനെ വന്നിട്ടുള്ള 80 കൗണ്ട് ആണ്. ഓക്കെ ഇതിൽ തമിഴില് ഊസി ബുട്ട എന്ന് പറയും, നീഡിൽ ഓ ബുട്ടാസ് ഇല്ലേ ഇങ്ങനെ ഓക്കെ വരുന്നത്, ആ അത് വന്നിട്ടുള്ള സാരികളാണ്. ഓക്കെ. ഡിഫറെന്റ് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം അതിന്റെ കളേഴ്സ് കിടക്കുന്നത്. ഈ കോട്ടൺ സാരീസ് ഒക്കെ വിത്ത് ബ്ലൗസ് ആണോ? കൂടുതലും വിത്തൗട്ട് ബ്ലൗസ് ആണ് വിത്തൗട്ട് വരുന്നത്. ബ്ലൗസസ് ഇനി ഇത് കണ്ടോ, ഇതിപ്പോ നമ്മുടെ ഇടയ്ക്കൊരു ട്രെൻഡ് ഇല്ലേ, ഇപ്പൊ മൽ കോട്ടണിൽ ഒരുപാട് പവർലൂം സാരീസ് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ പ്ലെയിൻ വിത്ത് ബോർഡർ, കോൺട്രാസ്റ്റ് ബോർഡർ ബോർഡർ വരുന്നത് ഹാ പ്ലെയിൻ ആയിരിക്കും. ഹാ ഇത് പക്ഷെ നമ്മുടെ ഹാൻഡ്ലൂം ആണ്, കൈത്തറിയിൽ ചെയ്തിട്ടുള്ള സാരിയാ. ഓ ഇതിന്റെ പല്ലും പ്ലെയിൻ ആണോ? എല്ലാം പ്ലെയിനിൽ വരും. നമ്മുടെ മൽക്കോട്ടൺ വരില്ലേ ആ, സാധാരണ നമ്മൾ same. കാണുന്നത്, ആ ഓക്കെ. അതിന്റെ തന്നെ ഹാൻഡ്ലൂം സാരികളാണിത്. ഇത് 80 കൗണ്ടിൽ വരുന്ന സാരികളാ. ആ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സോഫ്റ്റ് ആണ്. അതെ, ഇത് കണ്ടോ. ആ ഓക്കെ, സിമ്പിൾ സാരി പക്ഷെ നല്ല കളർ സാരി അതെ. അല്ലേ? ഇപ്പൊ ഡിസൈൻ ഒന്ന് മാറി വരണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ സാരികളില്ലേ, ഉം, ഇത് 80 കൗണ്ടിൽ വരുന്ന സാരികളാ. ഉം, അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും, അതാണ് എന്റെ പ്രത്യേകത. ഉം. ഓക്കെ, Okay, ഇനി ഇതെല്ലാം- നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് സാരീസ് ഇതൊക്കെ ഇൽക്കൽ സാരി. എന്ത് സാരി? ഇൽക്കൽ, കർണാടകയുടെ ഇൽക്കൽ സാരി അന്ന് നമ്മൾ അതെ, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൽക്കൽ. അതിന്റെ മറ്റുള്ള കളക്ഷനിൽ വരുന്ന ഇത്. ഓക്കെ. ഇത് വിസ്കോസ് കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ്ലൂം സാരികളാണ്. ഇത് ചെക്സ്, നോർമൽ ചെക്ക് checks പാറ്റേൺ ചെക്കിൽ തന്നെ ട്രഡീഷണൽ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാരീസ് ഇങ്ങനെയുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റാക്ക് ഫുൾ അങ്ങനെ പോണു. ഇതെല്ലാം ട്രഡീഷണൽ കാറ്റഗറിയിൽ വരുന്ന സാരികൾ Cotton ഒരുപാടുണ്ട്. sarees. ആ ഇതൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ തന്നെ അതെ. ട്രഡീഷണൽ ഗോൾഡൻ ജെറി ബോർഡർ ഉള്ളത്, വിട്ട് ഉള്ളതും വിട്ട് ഇല്ലാത്തതും, പിന്നെ കുറച്ച് ജെറി അല്ലാത്ത ത്രെഡിന്റെ ബോർഡർ വരുന്നതും അങ്ങനത്തെ. ഇതിപ്പോ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ആ നല്ല കളറും ഇതൊക്കെ കണ്ടു. നല്ല സോഫ്റ്റ് കോട്ടൺ. ഇത് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു ഓക്കെ കോമ്പിനേഷനിൽ വരുന്ന. ഇതെല്ലാം അങ്ങനത്തെയാണ്. ഓക്കെ. ചുങ്കിടി കളക്ഷൻ, വേൽദാരി, ആ പിന്നെ ടൈ ഡൈ, ഓക്കെ. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു കളക്ഷനാ വരുന്നത്. ഇനി നമ്മൾ കാണാനുള്ള അടുത്ത സെറ്റ് പ്ലെയിൻ മോഡാല് കുറച്ചുണ്ട്. പ്ലെയിൻ മോഡല്, അത് എല്ലാ കളേഴ്സിലും വന്നിട്ടുണ്ട്. ഓ ഇപ്രാവശ്യം കുറെ ഉണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോ മിക്കതും തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു നല്ല വൈഡ് കളക്ഷൻ തന്നെ പ്ലെയിൻ മോഡൽ. അതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഷൈനിങ്ങോട് കൂടി വരുന്നുണ്ട്, ഇതിൽ ഷൈനിങ് ഇല്ലാതെ ഒരു ഒന്ന് രണ്ടെണ്ണം കാണിക്കാമോ? ഇത് കണ്ടോ. ഓക്കെ. ഇതിലധികം ഷൈനിങ് വരില്ല. രണ്ടും മൊഡാല് തന്നെയാണ്, മൊഡാൽ സിൽക്ക് തന്നെയാണ്. ഇതിൽ കുറച്ചൊരു ഷൈനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ പല്ലു എങ്ങനെയാ? അതിന്റെ പല്ലു ഇത് തന്നെയാ, ഗോൾഡൻ സെയിം സിമ്പിൾ ആയിട്ട് വരുന്ന പല്ലുവാണ്. ഓക്കെ. അതിന് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആ. ഇതിന്റെ എല്ലാം ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സിലും ബ്രൈറ്റ് ഷെയ്ഡ്സിലും മൊഡാൽ അവൈലബിൾ ആണ്. ഷൈനിങ് ആയിട്ടുള്ള മൊഡാലുണ്ട്, ഷൈനിങ് അത്ര അല്ലാത്ത ടൈപ്പിലുള്ള മോഡലും ഉണ്ട്. അപ്പൊ പ്രൈസിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോ? ഏതിനാ പ്രൈസ് കൂടുതൽ? പ്രൈസ് കൂടുതൽ വരുന്ന അതാണ്, ഷൈനിങ് ഇല്ലാത്തതിനാണ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ കണ്ട പോലെ, നേരത്തെ കണ്ട പോലത്തെ തന്നെ സെറ്റ് സാരിയിലുള്ള വേറെ കുറേ കളക്ഷൻസ് ഇവിടെയുണ്ട്. അത് സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന പോലത്തെ സെറ്റ് മുണ്ടുണ്ട്. ഇപ്പം രശ്മി എടുത്തിരിക്കുന്ന സെറ്റ് സാരി ഇത് ഭയങ്കര കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതിന്റെ ഇനിയും 3-4 ഇരിപ്പുണ്ട്. ഓക്കെ, അതിലിങ്ങനെ സ്ട്രൈപ്സ് ടൈപ്പ് ഉണ്ട്, ഇതേപോലെ ബുട്ടാസ് ടൈപ്പ് വരുന്നുണ്ട്, ചെക്ക് ടൈപ്പ് വരുന്നതുണ്ട്, പല ടൈപ്പിൽ അങ്ങനെ കോട്ടൺസിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന പോലത്തെ ടിഷ്യൂന്റെ സാരീസ് ഇരിപ്പുണ്ട്. ടിഷ്യൂ സാരി ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ചുണ്ട്. പിന്നെ സെറ്റ് മുണ്ടുകളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ അഗൈൻ കുറച്ച് കോട്ടൺ ചിക്കൻ കാരി സാരീസ്, വിസ്കോസ് ജോർജറ്റ് അന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിസ്കോസ് ജോർജറ്റിൽ വരുന്ന സാരീസാ. പിന്നെ ചന്ദേരി സിൽക്കിൽ വരുന്നുണ്ട്, കോട്ടൺ വരുന്നുണ്ട്, അതൊക്കെ ചിക്കൻ കാരിയിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ സാരീസിന്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട് ഈ വരുന്നത്. ഇത് പക്ഷെ നമ്മുടെ ഇക്കത്തിന്റെ കോട്ടൺ സാരിയില്ലേ, ഇക്കത്ത് സാരികളാണ്. ഇപ്പൊ നമ്മൾ ഇക്കത്തിന്റെ സിൽക്ക് കാണിച്ചു, കൊച്ചാമ്പള്ളി ഇക്കത്ത്. അതിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഇക്കത്തുണ്ട്. സാമ്പൽപൂരി ഇക്കത്തും വരുന്നുണ്ട്, പോച്ചാമ്പള്ളിയും വരുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട്, 2 കോട്ടണിലും അവൈലബിൾ ആണ്. അതിന്റെ ഇതെല്ലാം ട്രഡീഷണൽ സാരീസ്. ഇത് ലിനനിൽ വരുന്ന സാരികളാ.
ഓ ഇങ്ങനത്തെ പ്രിന്റോ? ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഓക്കെ. സാരികളാണ്. പക്ഷെ ലിനൻ സാരി. ലിനൻ സാരിയാണ്. ഇത് നല്ല കളേഴ്സിൽ തന്നെ ഖാദി കോട്ടൺ സാരി. ഇതെല്ലാം ലിനൻ കോട്ടൺ ആണ്. ലിനൻ കോട്ടണിൽ വന്നിട്ടുള്ള സാരികളാ. നല്ല കളറിൽ വന്നിട്ടുള്ള നല്ല ലൈലാക് കളർ, പേർപ്പിൾ. ഇതുണ്ട് പിങ്ക് ഷെയ്ഡ് ഉണ്ട്, യെല്ലോ ഷെയ്ഡ് ഉണ്ട് അതിന്റെ. പിന്നെ മേളിലുള്ള ഇതോ? അത് കോട്ടൺ ആണ്, കോട്ടൺ പ്രിന്റഡ് വരുന്ന. ഓക്കെ. പിന്നെ ലഹരിയ നമ്മുടെ ബാക്കിയുള്ള കളക്ഷൻ ജോർജറ്റ് ആൻഡ് ആർട്ട് സിൽക്ക്. ഓക്കെ. ഇത് ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് വരുന്നതാ. ഓക്കെ. ഇതാണ് അപ്പൊ സാരീസ് കളക്ഷൻസ്. അപ്പൊ നമ്മൾ അത്യാവശ്യം ഫൽഗുണിയിലുള്ള ഈ പ്രാവശ്യത്തെ നമ്മുടെ 2026 ഓണം കളക്ഷൻസ് എല്ലാം നമ്മളിപ്പോ കാണിച്ചു കഴിഞ്ഞു. അപ്പൊ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഓണം തന്നെ ആവട്ടെ നിങ്ങളുടേത്. അപ്പോ ഈ പ്രാവശ്യത്തെ ഓണം ഫൽഗുണിയോടൊപ്പം ആഘോഷിക്കൂ. അഡ്വാൻസ് ഓണം വിഷസ്.